ഓക്കെ, എങ്കിൽ ഇനി അടുത്ത ലൊക്കേഷനിൽ ഉള്ള ആരെങ്കിലും ഒരാളെ വിളിച്ച് പ്രാങ്ക് ചെയ്യാമോ? പ്രാങ്ക് ചെയ്യണം. ആരെ വിളിക്കണമെന്നല്ലോ? ഇല്ല, അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഇന്ന ആളെ വിളിക്കുന്ന ഞാൻ പറയുന്നില്ല. ബിബിക്ക് പെട്ടെന്ന് ആരെ വിളിക്കാൻ തോന്നുന്നു, ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യും. പറഞ്ഞിട്ട് ദീപൻ ചേട്ടനെ വിളിക്കണം. പാവം പിടിച്ച മനുഷ്യൻ. ജീവൻ ചേട്ടൻ എന്നെ എടുത്തിട്ട് ഇടിക്കരുത്. സ്പീക്കർ പോലീസിൽ നിന്നോ CBI നിന്നോ? എന്താ പറയുന്നത്? ഹലോ ഹലോ ഹലോ, കേക്കത്തില്ലല്ലോ. ഹലോ ദീപൻ ചേട്ടാ, ഹലോ, റേഞ്ച് ഇല്ലല്ലോ. വേറെ എണ്ണം അടുത്ത ആളെ വിളിക്കാം. ദീപൻ ചേട്ടന് കിട്ടി, എടുത്തു, പക്ഷെ അത് കേക്കത്തില്ല. അടുത്ത് കേക്കെ വിളിച്ചാലോ പറഞ്ഞിട്ട് എന്ത് പറയും? യെസ് ജെന്റിൽമാൻ, where are you? ഞാൻ ഇന്നലെ രാത്രി നിങ്ങളെ കുറിച്ച് ആലോചിച്ചോളൂ, പിന്നെ ഒത്തിരി ലേറ്റ് ആകൊണ്ട് വിളിച്ചത് തെറി കേൾക്കണ്ട എന്നാ ഇപ്പൊ ഇത്ര ആലോചിക്കാനെന്ന്? വിളിച്ച് തെറി പറയണം, വിളിച്ച് തെറി കേൾക്കണം. തെറി കേൾക്കണായിരുന്നു. ഞാന് ഇന്നലെ വൈക്കത്തുനിന്ന് വന്നോണ്ടിരിക്കുവായിരുന്നു. കോട്ടയം കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെയോ എനിക്ക് റോഡ് മിസ്സായി. അജോടാ, വിളിക്കാൻ വരായിരുന്നു. പാമ്പാടിയിലേക്കുള്ള പാമ്പാടിയൊക്കെ നമ്മുടെ പിന്നെ സ്ഥലമാണല്ലോ, വിളിച്ച് ചോദിച്ചാലോ? ഇന്നലെ ഞാൻ കോട്ടയത്തുണ്ടായിരുന്നു. അയ്യോ, പക്ഷെ ഞങ്ങള് വരും, ഞങ്ങൾ ആ കോട്ടയം ക്രോസ് ചെയ്യുമ്പം 11:30-12 മണി. ആ സമയത്ത് ഞാൻ ഉറക്കവാ. ഞാൻ എന്നിട്ട് എവിടെയോ തെറ്റി പിന്നെ ചങ്ങനാശ്ശേരിയിലേക്ക് റൂട്ട് ഇട്ട് ഏതോ ഒരു ചെറിയ വഴി കൂടി കുറെ, അതായത് ടൗൺ റൂട്ട് പോലെ വന്ന് ചങ്ങനാശ്ശേരി കയറിയതിന് ശേഷമാണ് പിന്നെ MC റോഡിലേക്ക് മാറിയത്. എവിടെയോ ഒരു ഞാൻ വൈക്കം പോയിരുന്നു ഇന്നലെ. വൈക്കം പോയിരുന്നു. ഇപ്പൊ ഇവിടെ വീട്ടിലുണ്ടോ? ഇപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ചായ കുടിക്കാനായിരിക്കും അല്ലേ? ചായ കുടിക്കണം. അല്ല, ടൈം ഉണ്ടോ? ഞാനൊരു കാര്യം പറയാനായിരുന്നു, ഒരു വണ്ടിയുടെ കാര്യം പറയാനായിരുന്നു. കേക്ക വെസ്പ നോക്കുന്നുണ്ടോ ഇനി? വെസ്പ സ്കൂട്ടർ. ഇത് 74 75 സംതിങ് ആണ് പറഞ്ഞത് മോഡല്. കിഡിലെ വണ്ടി, ഒരു രക്ഷയില്ല. ഫുൾ ക്ലീൻ വണ്ടി. അതായത് ഈ മറ്റേ സ്കൂട്ടറിലൊക്കെ ട്രിപ്പ് പോകുന്ന പയ്യന്മാരില്ലേ, അമ്മമാര് പണിഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാണ്. വലിയ റേറ്റും ഇല്ല, നമുക്ക് നൈസായിട്ട്. കാരണം അവന്റെ വണ്ടി കൊടുത്തിട്ട് അവന് UK പോവാ. പയ്യൻ UK പോവാ. 35 രൂപയ്ക്ക് വണ്ടി കിട്ടും. കിളിക്കുഞ്ഞു വണ്ടി. എനിക്ക് ഈ ഫോട്ടോ എനിക്ക് അയച്ചിട്ടില്ല. കിളിക്കുഞ്ഞു വണ്ടി. കിളിക്കുഞ്ഞു വണ്ടി. കാരണം ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരെണ്ണം എടുത്തേ ഉള്ളൂ. എടുത്തോ? അത് ഞാനൊരു ചേത്തൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് കുഴപ്പമില്ല, വെസ്റ്റ് ആയതുകൊണ്ട് എനിക്കൊന്ന് ഫോട്ടോ അയച്ചു. ഫോട്ടോ അയക്കാം. അതായത് അതിന്റെ കളറും ഒരു വെറൈറ്റി കളറൊക്കെ. അതായത് നമ്മുടെ ഈ ലിവർ കളർ ഇല്ലേ, ഒരു ബ്രൗൺ കളർ ഇല്ലേ, ആ ബ്രൗണും വയലറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഡബിൾ ടൈപ്പ് ഒരു പെയിന്റ് അടിക്കുമല്ലോ. ഡ്യുവൽ ടോൺ. ആ പെയിന്റ് അടിച്ചിട്ട് പിന്നെ മറ്റേ സൈഡിലെ മറ്റേ എഞ്ചിന്റെ ആ കവറിങ് വരത്തില്ലേ, ആ കവറിങ് ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിന് ഉപയോഗിച്ചിരിക്കുന്ന ഫാന് കാര്യങ്ങള് അതെല്ലാം വെക്കായിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് അത് നമുക്ക് അതായത് നിർത്തിയിട്ട് നോക്കിയാലും ഭയങ്കര ഷോയ്ക്കൊക്കെ കൊണ്ട് വെക്കുന്ന പോലെ ഇരിക്കുന്ന സാധനമാണ്. അത് ഈ 35 രൂപയ്ക്ക് പറഞ്ഞാൽ 35 ഗംഭീര ലാഭമാണ്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. പിന്നെ പിടിക്കാം, നോക്കാം അല്ലേ? പിടിക്കുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. പിടിച്ച് എല്ലാം പിടിച്ച്. എന്തോ ചിരിക്കുന്നത്? ഒന്നും കാണത്തില്ല. ആശിഷ് എന്റെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കും.
KK പ്രാങ്ക് ഫ്രാങ്ക് ആശിഷ് എന്റെ ഇന്റർവ്യൂ എടുത്തിട്ട് KK പ്രാങ്ക് വരുന്നു. എന്റെ വീക്ക് പോയിന്റ് തന്നെ സത്യമായിട്ട് ഞാനല്ല, ഞാൻ കേക്കയുടെ പേര് പറഞ്ഞിട്ടില്ല. ആശിഷിന്റെ ഭാര്യയാണ്. 3 പേർക്കും മനസ്സിലായി. എന്റെ ശരിക്കും ആ വീക്ക് വീക്ക് പോയിന്റ് ആന്നുള്ള ഒരു സാധനം മനസ്സിലായപ്പോഴത്തേക്കുണ്ടല്ലോ പിടിക്കാൻ പറ്റിയല്ലേ. പ്ലാനൊക്കെ സാധാ ഇവര് തന്നെയാണ്. KK ഇവരെന്റെ വീട്ടിലുണ്ട്. 3 പേർക്കും ഇതിനുള്ള പ്രത്യേകം നന്ദി. ഇതിനുള്ള തിരിച്ചടി കനത്തതായിരിക്കും. പ്രത്യേക തിരിച്ചടി കുഞ്ഞോടും പറഞ്ഞോളൂ. ഞാൻ കേൾക്കുന്നുണ്ട്. KK ഓവർ സാധനം ഒന്നും പറഞ്ഞ് പറ്റിക്കണ്ടല്ലോ ഓർത്തിട്ടാണ് ഞാൻ സാധാരണ ഒരു ഛേദമില്ലാത്ത അല്ലല്ല ഇത് പിടിക്കാൻ പറ്റിയ സംഭവം തന്നെയാണ്. അതാണ് പെട്ടെന്ന് വരച്ചു തന്നത്. നമ്മുടെ ഒരു വീക്കെൻഡ്സ് ഒക്കെ പിടിച്ചാലേ. അതെ ഞാൻ ഇന്നലെ ഒരെണ്ണം നോക്കി ഓക്കെ അല്ലേ? Yeah.